2011 സെൻസസ് പ്രകാരം തളിപ്പറമ്പ് ആന്തൂർ നഗരസഭകളിൽ വീണ്ടും വാർഡ് വിഭജനം നടത്തിയതിനെതിരെ UDF നേതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. തളിപ്പറമ്പ് മുൻ നഗരസഭാ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ അള്ളാംകുളം മഹമ്മൂദും ആന്തൂരിലെ മുസ്ലിം ലീഗ് നേതാവ് സമദ് കടമ്പേരിയുമാണ് ഹർജി നൽകിയത്. ഹർജികൾ 8-ന് ഹൈക്കോടതി പരിഗണിക്കും. തളിപ്പറമ്പ് ആന്തൂർ നഗരസഭകളിൽ 2011 ജനസംഖ്യാ കണക്കനുസരിച്ചാണ് 2015 വാർഡ് വിഭജനം നടന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും 2011 ജനസംഖ്യാ പ്രകാരം വാർഡ് വിഭജിക്കുകയും രണ്ടിടത്തും ഓരോ കൌൺസിലർമാരുടെ എണ്ണം കൂട്ടുകയും ചെയ്തിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. സമാനമായ രീതിയിൽ ഹൈക്കോടതിയെ സമീപിച്ച എല്ലാ ഹർജിക്കാർക്കും അനുകൂല വിധി ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2011 സെൻസസ് പ്രകാരം വീണ്ടും വാർഡ് വിഭജനം നടത്തിയ മുഴുവൻ സ്ഥലത്തും ഹൈക്കോടതിയെ സമീപിക്കാൻ UDF ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. എന്നാൽ 2011 തന്നെ സെൻസസ് പ്രകാരമാണ് 2015 തളിപ്പറമ്പ് നഗരസഭയിൽ വാർഡ് വിഭജനം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തി കൗൺസിൽ അധികാരമിട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസസ് പ്രകാരം നടത്തിയ വാർഡ് വിഭജനം വീണ്ടും 2025 തെരഞ്ഞെടുപ്പിന് വേണ്ടി പുനർനിർണയിക്കുക എന്ന് പറയുന്നത് അത് നിയമപരമായി തെറ്റായതുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പ് നഗരസഭ 2015 വാർഡ് വിഭജനം തെരഞ്ഞെടുപ്പ് നടത്തിയ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. തളിപ്പറമ്പ് മുൻ നഗരസഭാ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ അള്ളാംകുളം മഹമ്മൂദും മുസ്ലിം ലീഗ് നേതാവ് സമദ് കടമ്പേരിയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖേനയാണ് ഹർജി നൽകിയത്. 2 ഹർജികളും 8-ന് ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.